ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. VSSCയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. 15 സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടാണ് കൈമാറിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് ഈ പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് കേസിന്റെ മുന്നോട്ടുള്ള നിയമപരമായ വഴിയിലൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. ഇത് സീൽഡ് കവറിലാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉള്ളടക്കം സംബന്ധിച്ച സൂചനകളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം സീൽഡ് കവറിൽ VSSC കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ട്. എന്തായാലും SITയുടെ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമാണ്. ശബരിമലയിൽ നടന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമലയിൽ നിന്നുള്ള ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ തന്നെ കട്ടിളപ്പാളിയും അത് അവിടെ എത്തിച്ച് അതിൽ നിന്ന് പാളികളിൽ നിന്ന് സ്വർണ്ണമുരുക്കിയ കൊള്ളയാണോ അതല്ല അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ അടക്കം പങ്ക് സംശയിക്കുന്ന കേസിൽ അപ്പാടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അപ്പാടെ മാറ്റിയതാണോ എന്നൊക്കെയുള്ള കാര്യം കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ മുൻപിലെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് നിലവിലുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് VSSCയിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയായിരുന്നു. 1999 UB ഗ്രൂപ്പ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്നിട്ടുള്ള കാലയളവിൽ ഏതൊക്കെ തരത്തിൽ സ്വർണം നഷ്ടമായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ അത് നടത്താൻ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് പാളികൾ പൂർണ്ണമായി മാറ്റിയതാണോ അതല്ല സ്വർണം വേർതിരിച്ചെടുക്കുക മാത്രമാണോ ചെയ്തതെന്നുള്ള കാര്യം കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ശാസ്ത്രീയ പരിശോധന VSSCയിൽ തിരുവനന്തപുരം VSSCയിൽ നടത്തിയത്. ആ VSSC ഇപ്പോൾ സീൽഡ് കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ആ പരിശോധനാ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇനി അത് SITക്ക് കോടതിയായിരിക്കും കൈമാറുക. ഏതെങ്കിലും തരത്തിൽ പാളികൾ അപ്പാടെ കൈമാറിയിട്ടുണ്ട്, അപ്പാടെ മാറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ കാവൽ നിൽക്കുന്ന ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയും അതേപോലെ തന്നെ കട്ടിളപ്പാളിയും അത് മാറ്റി പൂർണ്ണാർത്ഥത്തിൽ മാറ്റി എന്നുള്ള കണ്ടെത്തലിലേക്ക് SITക്ക് എത്തിച്ചേരേണ്ടി വരും. അതല്ല ഈ പാളികൾ പഴയ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും കേസ് അന്വേഷണത്തിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകും. ഏതായാലും തൊണ്ടി മുതലടക്കമുള്ള കാര്യങ്ങൾ എവിടെയെന്നുള്ള ചോദ്യം ഉയരുന്നതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്കും അതുവഴി SITക്കും ലഭിക്കാൻ പോകുന്നത്. വിജയകുമാർ, 15 സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടാണ് മുദ്രവച്ച കവറിൽ കൈമാറിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VSSCയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എന്തൊക്കെ കണ്ടെത്തലുകൾ, തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ, ഈ പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് SIT ഇതുവരെ നടത്തിയ നിഗമനങ്ങൾ നിയമപരമായി കോടതിയിൽ നിലനിൽക്കുന്നതാണോ എന്നതൊക്കെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. എന്തായാലും അത് SIT പരിശോധിക്കും. അതിൽ ഉള്ള കണ്ടെത്തലുകൾ കോടതി ഒരുപക്ഷെ ഹൈക്കോടതിയിലൊക്കെ പിന്നീടായിരിക്കും സമർപ്പിക്കുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മുദ്രവെച്ച കവറിലാണ് വിജിലൻസ് കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.